ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം നല്ല മഴയൊക്കെയുള്ള സമയമല്ലേ, നമുക്ക് വേഗം തന്നെ കുറച്ച് അരി കൊണ്ട് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് അരി കഴുകി വാരി വെച്ചിട്ടുണ്ട്. അരമുറി തേങ്ങ, ഒരു 1/4 കിലോളം ശർക്കര, ഇത്ര സാധനങ്ങളാണ് ഞാൻ എടുക്കുന്നത്. കഴുകി വാരി അരി നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കാഷ്യും ബദാമൊക്കെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചേർക്കാം, ഇല്ലെങ്കിൽ നിലക്കടലയോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. നന്നായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന അരിയിലേക്ക് നമുക്ക് 2 ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നല്ല ഫ്ലേവർ കിട്ടാനായിട്ടാണ്. അതിന് ശേഷം ജസ്റ്റ് ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം. നിങ്ങൾ ഏത് ജാറാണോ ഉപയോഗിക്കുന്നത് അതിൽ പൊടിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ ചെറിയ ജാറിലാണ് പൊടിക്കുന്നത്. 2-3 തവണയായിട്ട് വേണം നമുക്കിത് പൊടിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതിന് ശേഷം സെയിം ജാറിൽ തന്നെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു അരിയുണ്ട കേട്ടോ. ഇത് ഒരുപാട് ദിവസമൊന്നും വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഉണ്ടാക്കി അപ്പോൾ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതിനുശേഷം നമുക്ക് ഒരു 1/4 കിലോളം ശർക്കര വെച്ചിട്ടുണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു വെയിറ്റ് കൊണ്ട് ഇടിച്ച് അതൊന്ന് പൊടിച്ചെടുത്തിട്ട് വേണം മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കാൻ കേട്ടോ. ഞാനിവിടെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം സെയിം ജാറിൽ തന്നെ നമുക്ക് ഇതും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഈ 3 മിക്സ് കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉണ്ടയായിട്ട് പിടിച്ചെടുക്കുന്നുണ്ട്. ഈ അരി ഉണ്ടയ്ക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ മിക്സ് എല്ലാം ചേർത്തു അപ്പോൾ തന്നെ നമുക്കതൊന്ന് ഉണ്ടയായിട്ട് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ആയി പോകുന്നത്. നമുക്കിത് ഒരുപാട് ദിവസത്തേക്കൊന്നും വെച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നമുക്കിപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ ഇപ്പോൾ ഒന്ന് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ജസ്റ്റ് കുറച്ച് അരി എടുത്ത് വറുത്ത് അപ്പോൾ തന്നെ തേങ്ങ ചിരണ്ടി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. മഴയുള്ള സമയമൊക്കെ അല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ, താങ്ക് യു.